നമസ്കാരം. 1947 34 കോടി ജനങ്ങൾക്ക് വിശപ്പടക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു രാജ്യത്തെ നിറച്ചുണ്ണാൻ പഠിപ്പിച്ച ഭക്ഷ്യസുരക്ഷയിൽ മറ്റു മുൻകിട രാജ്യങ്ങളോടൊപ്പം ഇന്ത്യയെ എത്തിച്ച ഹരിതവിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ്റെ കേരളത്തിലെ തറവാട് വീട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലുള്ള മങ്കൊമ്പ് ഗ്രാമത്തിലാണ്. എം.എസ്. സ്വാമിനാഥൻ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവിടെയാണ്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എം.എസ്. സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കേരളത്തിലെ വയനാട്ടിലും മറ്റ് സ്ഥലങ്ങളിലും ശാസ്ത്രീയ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. ഡോക്ടർ സ്വാമിനാഥൻ്റെയും മീന സ്വാമിനാഥൻ്റെയും 3 മക്കളിൽ മൂത്ത മകളാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. മീറ്റ് സൗമ്യ ആൻഡ് എം.എസ്. സ്വാമിനാഥൻ, India's first father-daughter duo to be awarded the Fellowship of Royal Society. അതെ, ഇന്ത്യയിലെ ആദ്യ ഫാദർ ഡോട്ടർ ഡ്യുവോ ആയി റോയൽ സൊസൈറ്റിയുടെ ഫെലോഷിപ്പ് നേടുന്നവരായി. ഫാദർ ഡോട്ടർ ഡ്യുവോ ആയ ഇന്ത്യയിലെ മുൻനിര സയൻറ്റിസ്റ്റായ സൗമ്യ സ്വാമിനാഥൻ റോയൽ സൊസൈറ്റിയുടെ ഫെല്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ശാസ്ത്ര അക്കാദമിയാകുന്നു. അച്ഛൻ ഭാരതരത്ന എം.എസ്. സ്വാമിനാഥൻ്റെ പാത പിന്തുടർന്നു ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ അച്ഛനും റോയൽ സൊസൈറ്റിയുടെ ഫെല്ലോ ആയിരുന്നു. ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ കോവിഡ്-19 കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാരുടെ കാവ്യജാലമായ ഓർഡറിൽ ഐസക് ന്യൂട്ടൻ്റെ ഓർഡറിൽ ഉൾപ്പെടുത്തപ്പെട്ടു. ഡോക്ടർ സൗമ്യ സ്വാമിനാഥനെ റോയൽ സൊസൈറ്റിയുടെ ഫെല്ലോ ആയി തിരഞ്ഞെടുത്തിരുന്നു. ഇത് ശാസ്ത്രജ്ഞർ നേടുന്ന ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര ബഹുമതികളിലൊന്നാണ്. എം.എസ്. സ്വാമിനാഥൻ ഫെല്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ബഹുമതി നേടുന്ന അച്ഛനും മകളുമായി. റോയൽ സൊസൈറ്റിയുടെ 400 വർഷം നീളുന്ന ചരിത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാം ഇന്ത്യൻ സ്ത്രീ ശാസ്ത്രജ്ഞ. ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രശസ്ത വാക്സിനോളജിസ്റ്റ് ഗംഗാദീപ് കാമായിരുന്നു. കോവിഡ്-19 കാലഘട്ടങ്ങളിലെ TV ചർച്ചകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്ന WHO സയൻറ്റിസ്റ്റായിരുന്ന ഇന്ത്യയുടെ കരുത്തുറ്റ ശാസ്ത്രജ്ഞയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.